സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന DA, DR, ശമ്പള പരിഷ്കരണം, മെഡിസെപ്പ്, അതുപോലെ തന്നെ അഷ്വേർഡ് പെൻഷൻ, കേന്ദ്രത്തിൻ്റെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന DA തുടങ്ങിയ നിരവധി വിഷയങ്ങൾ നമ്മൾ ഈ ചാനൽ വഴി പറഞ്ഞിരുന്നു. ആശാ വർക്കേഴ്സ്, അംഗനവാടി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ പാചകത്തൊഴിലാളികൾ തുടങ്ങി നിരവധി ആളുകളുടെ ദുഃഖവും സങ്കടവും പ്രയാസവുമൊക്കെ ഈ ചാനൽ വഴി നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു. അതിൽ പലതിനും പരിഹാരവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലം തുടർച്ചയായി DAയ്ക്കും DRനും കൃത്യമായ വിലോപമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് വളരെ അധികം വീഡിയോകളാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായി ശമ്പള പരിഷ്കരണത്തിൻ്റെ ഒരു വീഡിയോയും ചെയ്തു, ഒന്നല്ല നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, നിരവധി ആളുകൾ ഈ ഭരണമാറ്റം സംഭവിച്ചപ്പോൾ ശമ്പള പരിഷ്കരണത്തിന് എന്ത് സംഭവിക്കും സാറെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വാട്സപ്പ് അയക്കുന്നു, എന്നെ വിളിക്കുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ജൂൺ 16-നകത്ത് ശമ്പള പരിഷ്കരണം നടക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതിങ്ങനെ എല്ലാവരും എന്നെ വിളിക്കാൻ നിന്നാൽ എനിക്കങ്ങനെ കാരണം അപരിചിതരാണ് വിളിക്കുന്നത്, ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ചെറിയ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതാണ് വിഷയം. അപ്പോൾ നമുക്കതിന് ഒരുപാട് അവരോട് പറയാനും കഴിയുന്നില്ല. അത് ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശമ്പള പരിഷ്കരണം സമിതിക്ക് എന്ത് സംഭവിക്കും? മാർച്ച് മാസം 16-ാം തീയതി ആണ് കേരള സർക്കാർ, ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാർച്ച് 16, ഏപ്രിൽ, മെയ് 16, ജൂൺ 16, അതെ മാർച്ച് മാസം 16-ാം തീയതിയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ തീരുമാനിക്കുകയും 3 മാസത്തിനകം, അതായത് മെയ് 16-നകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കണം എന്നൊരു തീരുമാനം പറയുകയും ചെയ്തത്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയിയെയും അതുപോലെ തന്നെ CPMൻ്റെ ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരെയും പിന്നെ 2 അഡീഷണൽ സെക്രട്ടറിമാരെയും ഒക്കെ വെച്ചുകൊണ്ടാണ്, ഫിനാൻഷ്യൽ അഡീഷണൽ സെക്രട്ടറിമാരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു സമിതി ഉണ്ടാക്കിയത്. സമിതി ഉണ്ടാക്കി ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആരവം വന്നപ്പോൾ, അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ സമിതി ഒന്ന് ഇഴഞ്ഞായിരുന്നു. പക്ഷേ എങ്കിലും 12 പേരെ സമിതി, 12 or 14 പേരെ സമിതിയിൽ അവർ അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ക്യാബിനറ്റിൽ കൊണ്ടുപോയത് റാറ്റിഫൈ ചെയ്തു. അങ്ങനെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങി. മനോഹരമായ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നു. അതിനുശേഷം അവർ ഒരു നോട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ട ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു നോട്ടും പുറത്തിറക്കിയിട്ടുണ്ട്. ആ നോട്ട് ലഭ്യമാണ്. ആ നോട്ട് നിങ്ങൾക്ക് സർക്കാരിൻ്റെ സൈറ്റിലൊക്കെ ലഭ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിനാൻസിൻ്റെ സൈറ്റിലൊക്കെ കാണും. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുത്താൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വായിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായി പറയാനുള്ളത്. 2 ദിവസത്തിനകം, അടുത്ത ആഴ്ച, ഇന്നിപ്പോൾ ശനിയാണ്, ഞായറാഴ്ച, നാളേക്കകം ഇന്ന് തന്നെ അറിയാൻ പറ്റും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് അറിയാൻ പറ്റും. അറിഞ്ഞാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചിലപ്പോൾ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിമാരുടെയും ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും RSPയുടെയും അതുപോലെ CP ജോണും അങ്ങനെ അനൂപ് ജേക്കബ് അങ്ങനെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം, ഘടകകക്ഷികളുടെ ഓരോ മന്ത്രിമാരും, പിന്നെ ചിലപ്പോൾ ഒന്നിലധികം മന്ത്രിമാരും, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരാഴ്ചക്കകത്ത് എന്തായാലും മെയ് മാസം ഈ ഒരു അവസാന ദിവസം കൊണ്ട് കംപ്ലീറ്റ് മന്ത്രിസഭയും വരാൻ സാധ്യതയുണ്ട്. മന്ത്രിസഭ വന്നാൽ ആദ്യമായി ധനകാര്യ വകുപ്പിൻ്റെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ധനകാര്യമന്ത്രിയുടെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ എന്ത് ചെയ്യണം. 2-3 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഫ്രീസ് ചെയ്തതിന് ശേഷം പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും രാജഗോപാലൻ നായർ രാജിവെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോമിനിയാണ്, CPM നോമിനിയാണ്, അദ്ദേഹം രാജിവെക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അഡീഷണൽ സെക്രട്ടറിമാരായിട്ട് വന്നിരിക്കുന്നവരും CPM നോമിനികളാണോ എന്ന് നമുക്കറിയില്ല, എങ്കിൽ അവരെയും മാറ്റാൻ സാധ്യതയുണ്ട്. ആകപ്പാടെ മാറ്റാൻ സാധ്യതയില്ലാതെ നമ്മൾ നോക്കുന്നത് VP ജോയിയെ മാത്രമായിരിക്കാം. പക്ഷേ ഒരു കമ്മിറ്റി എന്നുള്ള നിലയിൽ ഇനി പുതിയ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നറിയില്ല. ഇനി അവർ തന്നെ തുടരട്ടെ എന്നാണോ? രാജഗോപാലൻ നായർക്ക് താല്പര്യമുണ്ട്. ഒരു കമ്മിറ്റി അല്ലേ എന്നുള്ള നിലയിൽ, കമ്മീഷൻ അല്ലേ എന്നുള്ള നിലയിൽ തുടരട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. അതൊക്കെ പൊളിറ്റിക്കൽ തീരുമാനങ്ങളാണ്. പിന്നെ ജൂൺ 16-ന് മുമ്പ് ശമ്പള പരിഷ്കരണം കൊടുക്കുമോ റിപ്പോർട്ട് എന്നുള്ളതിൽ വലിയ സംശയമുണ്ട്. കാരണം ജൂൺ 16-ന് മുമ്പ് കൊടുക്കാൻ കഴിയില്ല, പല കാരണങ്ങളാൽ കഴിയില്ല. കാരണം ഇനിയും ഒരുപാട് റെഫറൻസുകൾ നടത്തേണ്ടതുണ്ട്, ഒരുപാട് സിറ്റിങ്ങുകൾ നടക്കേണ്ടതുണ്ട്, സർവീസ് സംഘടനകളുമായിട്ടുള്ള കൺസൾട്ടേഷൻ വർക്ക്ഷോപ്പുകൾ നടക്കേണ്ടതുണ്ട്, വ്യക്തികൾക്ക് അഭിപ്രായം പറയാൻ ചാൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോസസ്സുണ്ട് ഇനി. അതുകൊണ്ട് ജൂൺ 16-ന് ഉണ്ടാവാൻ സാധ്യതയില്ല. മിക്കവാറും ഒരു 3 മാസക്കാലം കൂടി അല്ലെങ്കിൽ 6 മാസക്കാലം കൂടി സമയം ചോദിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ സമയം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ഫോൾഡറുകളിലുള്ള സർവീസ് സംഘടനകൾ ചിലപ്പോൾ ബഹളമുണ്ടാക്കാനും സാധ്യതയുണ്ട്, സമരമൊക്കെ നടത്താനും സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് സമരം നടത്താൻ ഉള്ള ഒരു സാഹചര്യവും കൂടി അവർ നോക്കിയിരിക്കുന്നുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും
ഭരണകക്ഷി അനുകൂല സർവീസ് സംഘടനകളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം വരികയും ചെയ്യും, അതിശക്തമായ സമ്മർദ്ദം വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ജൂൺ 16 എന്ന് പറയുന്ന തീയതിക്കകത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി ജൂൺ 16 ഇത് കൊടുത്താലും, അങ്ങനെ കൊടുക്കുമെന്നറിയില്ല, കൊടുത്താലും അത് പിന്നെയും ചർച്ചകളും അതുപോലെ തന്നെ ഒരുപാട് വെറ്റിങ്ങുകളൊക്കെ നടക്കാൻ അതിനൊരു സമയം തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്. ഈ 3 മാസം വച്ചത് തന്നെ ഒരു ഉടായ്പാണ്. നമ്മൾ അന്ന് തന്നെ വീഡിയോ ചെയ്തിരുന്നു. 3 മാസം വയ്ക്കുമ്പോൾ ഗവൺമെൻറ് ധനമന്ത്രി ബാലഗോപാലിനെ അഭിനന്ദിക്കുകയും അതേസമയം നമ്മൾ കൃത്യമായൊരു വിമർശനം കൂടെ വെച്ചിരുന്നു. ഇത് 3 മാസം കൊണ്ട് നടക്കുന്ന ഒരു കേസല്ല, അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റണ്ടാണ്. ഒരു 6 മാസം സമയം കൊടുക്കണം. കാരണം പുതിയ ഗവൺമെൻറ് ആരുടെ വന്നാൽ, ഇനി ബാലഗോപാലിൻ്റെ ഗവൺമെൻറ് തന്നെ പുതിയതായിട്ടൊന്ന് ബാലഗോപാൽ തന്നെ ധനകാര്യമന്ത്രി ആയാലും ചെറിയ ഒരു പ്രോസസ്സിന് എക്സർസൈസിനുള്ള സമയം വേണം, അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നടന്നില്ല. അപ്പോൾ എന്തായാലും ശമ്പള പരിഷ്കരണം, ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്രയാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിന് തീരുമാനിച്ചതായിട്ട് പുറത്ത് വാർത്ത വന്നിട്ടില്ല. തീരുമാനിച്ചെങ്കിൽ പുറത്ത് വാർത്ത വരുമായിരുന്നു. അതുപോലെ സർവീസ് വെയിറ്റേജ് ഉണ്ടോ എന്നറിയില്ല. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് അടിസ്ഥാന ശമ്പളം എത്രയായി ഫിക്സ് ചെയ്യുമെന്നറിയില്ല. എത്ര മുതൽ എത്രയ്ക്കാണ് വരെ എന്നുള്ളതെന്നുള്ള തീരുമാനിക്കുമെന്നറിയില്ല. ഇതെങ്ങനെ വളരെ ബേസിക്കായിട്ടുള്ള ചില നയപരമായ പ്രിൻസിപ്പിളുകൾ എടുക്കേണ്ടതുണ്ട്, തത്വാധിഷ്ഠിതമായ ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈസിയാണ്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വന്നിട്ടുള്ള അനാമലികൾ എത്രയാണ് എന്നുള്ളതും, അതിൻ്റെ ആളുകൾ ആരെങ്കിലുമൊക്കെ വന്നാൽ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ പല അനാമലീസും വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ ടൈപ്പിസ്റ്റ്, അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഉള്ള പ്രമോഷൻ കഴിഞ്ഞ പ്രാവശ്യം എന്തോ പ്രശ്നം വന്നു, അതുകൊണ്ട് അവർക്ക് പ്രമോഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്ന് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റുമാരുടെ ഒരു വിഷയം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവർ പറയുന്നത് വളരെ കൃത്യമായി 90% സ്ത്രീകളാണ്. അതുകൊണ്ടാണ് അവരുടെ ഒരു വലിയ പ്രശ്നം ഈ സമരവും ബഹളമൊന്നും ഇല്ലാത്തത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് തസ്തികയിൽ 90% സ്ത്രീകളാണ്. വർക്ക് ലോഡ് കണക്കാക്കുമ്പോൾ ഇന്ന് ഭരണഭാഷ മലയാളം കൂടി ആക്കിയ സാഹചര്യത്തിൽ വലിയ വർക്കാണ് അവർക്ക് വരുന്നത്. പണിയെടുക്കാൻ റിപ്പോർട്ടുകൾ ധാരാളം തയ്യാറാക്കണം. അധികപ്പറ്റാണെന്ന്, പക്ഷേ അവർ അധികപ്പറ്റാണെന്നുള്ള നിലയിലാണ് സർക്കാർ സംവിധാനത്തിൽ അവരെ പരിഗണിക്കുന്നത്. അത് ശമ്പള കമ്മീഷൻ കൃത്യമായി അവരുടെ കാര്യം നോക്കണം. ചോദിക്കാൻ പോലെ ആരുമില്ല. കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്നതാണ് കമ്മിറ്റികൾ സപ്പോർട്ട് നൽകിയത്. സാർ, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് വലിയ ഡിമാൻഡ് നിലനിൽക്കുന്നു. ഇന്നൊരു അസിസ്റ്റൻറ്റിനേക്കാൾ ക്ലാർക്കിനേക്കാൾ ഉപരിയായി പല വിഭാഗങ്ങളിലും കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ സേവനം ആവശ്യപ്പെട്ടിട്ടുകൊണ്ടുള്ള റിക്വസ്റ്റുകളാണ്. ജോലി സമയബന്ധിതമായി തീർക്കാൻ സെക്ഷനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എക്സാം റെക്കോർഡ്സ് മുതലായ ഭരണഭാഗങ്ങളിലും കോൺഫിഡൻഷ്യൽ വിവിധ പേഴ്സണൽ സ്റ്റാഫ് തസ്തികകളിലും ഗൗരവമേറിയതും രഹസ്യ സ്വഭാവമുള്ളതും ജോലികൾ ഉത്തരവാദിത്തപ്പെട്ടതുമായ ജോലികൾ കൈകാര്യം ചെയ്യുന്ന പൂൾ ഓഫീസർമാർ, സെക്ഷൻ ഓഫീസർ എന്നിവർ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് വിഭാഗത്തിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ചു വന്നിരുന്ന തസ്തികകൾ, ഇവർക്കൊരു സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു, കഴിഞ്ഞ പേ റിവിഷനിൽ ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ ഇവർക്കും കൂടി സ്ഥാനം കൊടുക്കണം. കുറേ വർഷം അവർ ജോലി ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കുക, പ്രമോഷൻ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ ആവശ്യമുള്ള തരത്തിൽ തരംതാഴ്ത്തൽ ഈ വിഭാഗത്തിൽ ജോലി പ്രവേശിക്കുന്ന ജീവനക്കാരുടെ സ്തംഭിച്ചിലെ പ്രമോഷൻ സാധ്യതകൾ കൂടെ കണക്കിലെടുക്കേണ്ടതാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഉയർന്ന സ്കെയിലും സ്റ്റാറ്റസുമുള്ള പോസ്റ്റുകളുടെ പുനഃസ്ഥാപനം ഈ വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് സീറ്റുകൾ പലതും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. സമാന സാഹചര്യം എല്ലാ വകുപ്പുകളിലും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പേ റിവിഷൻ അനോമലി പരിഗണിക്കുന്ന വേളയിൽ കമ്മീഷൻ്റെ കണ്ണു തുറപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരെ തന്നെ അവരാവശ്യമില്ലെന്ന് ടൈപ്പ് ചെയ്യിക്കുകയാണ്. അങ്ങനെ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വലിയ മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാ അയച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ പറയുന്നൊരു പോയിൻ്റ്, അവർക്ക് കൃത്യമായി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിനും ടൈപ്പിസ്റ്റിനും കൂടി ഒന്നുകിൽ ഗ്രേഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെയും കൂടി നേരത്തെ അവരെ പ്രൊമോട്ട് ചെയ്ത് അടുത്ത കേഡറുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റൊക്കെ ആലോചിച്ചോളൂ. പക്ഷേ എന്തായാലും അടുത്ത കേഡറിലേക്ക് കൊടുക്കാനുള്ളൊരു സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. പേ റിവിഷനിൽ അത് നഷ്ടമായി. കഴിഞ്ഞ പേ റിവിഷനിൽ അതുകൂടി പുനഃസ്ഥാപിക്കണം. അതൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. BPJയുടെ ശ്രദ്ധയിലേക്ക് ഇത് ഞങ്ങൾ സമർപ്പിക്കുന്നു.